സുവിശേഷം 12:20-37. പരീശന്മാർ ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ പ്രത്യക്ഷമാകും? യേശു മറുപടി പറഞ്ഞു, അത് സമീപഭാവിയിൽ കാണുകയില്ല. കണ്ടാലും ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതായത് രാജാവ് എവിടെയുണ്ട്? ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല. താനും അവൻ ഇതാ ഇവിടെ എന്ന് അതാ അവിടെ എന്നും പറയുമ്പോൾ നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിന്റെ കീഴിൽ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലാകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. രാജ്യം സമീപിക്കുമ്പോഴത്തെ അടയാളം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലുണ്ടാകും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആവണം തന്നെയാകും. ആ രാത്രി 2 പേർ ഒരു കിടക്കയിൽ ആയിരിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. 2 പേർ ഒന്നിച്ച് വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, എവിടെ? യേശു ഉത്തരം പറഞ്ഞു, ശവങ്ങൾ ഉള്ളിടത്ത് കഴുകുകൾ ഒന്നിച്ചു കൂടും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16-17.